when a child learns to walk, does the child walk perfectly on the first day itself? ഒരു കുട്ടി നടക്കാൻ തുടങ്ങിയാൽ ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ ജപ്പാനിലോട്ട് ട്രാവൽ ചെയ്തു ആൻഡ് എനിക്ക് ജാപ്പനീസും അറിയില്ല, അവിടെയുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ് ഏതാ? Thank you, sir. Thank you so much. So, everyone, good evening. First of all, thank you so much for inviting me again. And I'm really happy to be here with all of you. And it's been so long, right? We have met. അപ്പം എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ വീണ്ടും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയതിൽ. കുറച്ച് കാലമായല്ലേ നമ്മളെല്ലാവരും കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. സോ ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ഫാത്തിമ ദിൽന എന്നാണ്. 10th ഗ്രേഡിൽ പഠിക്കുകയാണ്. എനിക്ക് ടീച്ചിങ്ങും അതുപോലെ ലേണിങ്ങും ഒക്കെ നല്ല ഇഷ്ടമാണ്. അതിന് പുറമെ പഠിക്കുന്നതിന് പുറമെ ഞാൻ കുട്ടികൾക്ക് ചെറുതായിട്ട് കോഡിങ് ക്ലാസ്സസും അതുപോലെ മാത്സിലും സയൻസിലൊക്കെ ചെറിയ ട്യൂഷൻ പോലെ ഫൗണ്ടേഷൻ ക്ലാസ്സസും കൊടുക്കാറുണ്ട്. So now today we are going to talk about something that we use almost every day, the English language. So before we begin, I want to ask you all a simple question. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, എന്തുകൊണ്ടാണ് എല്ലാവരും ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണം എന്ന് പറയുന്നത്, അങ്ങനത്തെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് ഒരു ഡിസ്കഷൻ സെഷനാണ്. ഒരിക്കലും ഇതൊരു ക്ലാസ് ആയിട്ട് ആരും കണക്കാക്കരുത്, ഒരു ഡിസ്കഷൻ ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പം നമ്മളെല്ലാവരും ഇൻട്രാക്റ്റീവ് ചെയ്തിട്ടാണ് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. സോ ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. Before we begin, I want to ask you a simple question. How many of you feel that English is difficult? ആർക്കൊക്കെയാണ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. പക്ഷെ മുമ്പ് ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. ഇംഗ്ലീഷ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, അത് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട്. ബട്ട് ടുഡേ ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. English is not a difficult language. We just need practice. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് എന്നല്ല, ഏതൊരു ലാംഗ്വേജ് എടുത്താലും അത് ഡിഫിക്കൽട്ട് അല്ല. പക്ഷെ നമുക്ക് പ്രാക്ടീസ് വേണം. We don't need to speak perfect English. We don't need to know every grammar rule. And we don't need to have a big vocabulary. What we need is confidence, practice, and patience. Let me repeat it again. What we need is confidence, practice, and patience. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഗ്രാമർ റൂൾസ് എല്ലാം അറിയണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വലിയ വലിയ വൊക്കാബുലറീസ്, വലിയ വലിയ സൂപ്പർ കാൽഫ്രാജിലിസ്റ്റിക് എക്സ്പീഡിയോഷ്യസ് എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ വൊക്കാബുലറീസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ്, ഇപ്പം ഹിന്ദി അറിയാത്തവരുണ്ടാകും എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദി സംസാരിക്കാതിരിക്കുന്നില്ലല്ലോ. അപ്പൊ ഹിന്ദി ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും അതിന് നമുക്ക് വേണ്ടത് എന്താണ്? കോൺഫിഡൻസും പ്രാക്ടീസും ആൻഡ് പേഷ്യൻസ് ആണ് വേണ്ടത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. എന്നും നിങ്ങൾ ആ ഒരു ലാംഗ്വേജ്, ഏതാണോ ലാംഗ്വേജ്, അത് കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഡേ ബൈ ഡേ നിങ്ങൾ ഇംപ്രൂവ് ആകും. ആൻഡ് പേഷ്യൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എവ്രി വൺ ഹാസ് ടു ഹാവ്. Now, why is English important? എല്ലാവരും പറയും ഇംഗ്ലീഷ് അത്യാവശ്യമാണ്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് അത്യാവശ്യമാണെന്ന്. എന്തിനാണ് നമ്മൾ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് തിങ്ക് അബൌട്ട് അവർ ഡെയിലി ലൈഫ്. We see English everywhere. When we use our phones, we see English. When we travel, we often hear English. When we go shopping, we see English. When we use the internet, English is everywhere. And English has become a common language for people from different countries. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ സ്ഥലത്തും നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് ഉണ്ട് അവിടെ. നമ്മൾ ഫോൺസ് യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ ഇംഗ്ലീഷ് ഉണ്ട്. നമ്മൾ ഫോണിൽ കാണുന്ന ഇപ്പോൾ ഒരു ആപ്പ് ഓപ്പൺ ചെയ്താൽ അതിൽ വരുന്ന ടെക്സ്റ്റ് ഏതാണ്? മോസ്റ്റ് പ്രോബബ്ലി ഇംഗ്ലീഷ് ആയിരിക്കും. മലയാളമൊക്കെ വളരെ അപൂർവമാണ് കാണുന്നത്, അൺലെസ് വി ചൂസ് ഫോർ ഇറ്റ്. ആൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ, ഷോപ്പിങ്ങില്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുമ്പോഴൊക്കെ ഇംഗ്ലീഷ് ആണ് വരുന്നത്. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇതിന് ഞാൻ വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് ഓരോ യൂണിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാൻ, വെയിറ്റ് അളക്കാൻ ഒരു യൂണിറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത് കിലോഗ്രാമിലാണ്. എന്നാൽ നിങ്ങൾ UK, ലണ്ടൻ പോലത്തെ സ്ഥലത്തൊക്കെ പോയാൽ അവിടെ അവർ യൂസ് ചെയ്യുന്നത് പൗണ്ട്സിലാണ്, വെയിറ്റ് അളക്കുന്നത് പൗണ്ട്സിലാണ്. ഇനി വേറൊരു കൺട്രി പോയാൽ അവിടെ ചിലപ്പോൾ ടൺസിലായിരിക്കും. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് പല പല
മെഷർമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പം 1 കിലോഗ്രാം റൈസ് മെഷർ ചെയ്തിട്ട് അതെന്ത് ചെയ്തു UK കൊണ്ടുപോയിട്ട് പറയാണ് 1 എന്ന് പറയാണ്. നമ്മളിവിടെ സാധാരണ 1 kg എന്നല്ലേ പറയാറ്. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ പോയിട്ട് 1 എന്ന് പറയാണ്. അവരെന്തായിരിക്കും വിചാരിക്കുക, അത് 1 പൗണ്ടിലായിരിക്കും വിചാരിക്കുക. അപ്പൊ ഇത് തമ്മിൽ എന്ത് ചെയ്യുന്ന ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി വേറെ കൺട്രിയിൽ പോയിട്ട് ഇത് കൊടുക്കുകയാണെങ്കിൽ അവര് വേറെ അവരുടെ യൂണിറ്റിലായിരിക്കും അത് അവര് തെറ്റിദ്ധരിക്കില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കോൺട്രാഡിക്ഷൻ വരുന്നത് കൊണ്ടാണ് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് നമ്മൾ കിലോഗ്രാം. ഓക്കെ, ഗ്ലോബൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ്. ഇനി നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടും 1 എന്ന് പറഞ്ഞാൽ അവിടെ 1 കിലോഗ്രാമിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ലാംഗ്വേജിന്റെ കേസിൽ വരുമ്പോഴും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. നിങ്ങൾ ഇപ്പൊ നമ്മുടെ കൺട്രി തന്നെ ഡിഫറെന്റ് ലാംഗ്വേജസ് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ മലയാളം, നമ്മുടെ അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിൽ തമിഴ്, കർണാടകയിൽ കന്നഡ, നോർത്തിൽ പോയാൽ അവിടെ ഹിന്ദി ഒക്കെ ആയിരിക്കും സംസാരിക്കുക. ഗുജറാത്തിലാണെങ്കിൽ അവരുടേതായിട്ടുള്ള ഭാഷയല്ലേ സംസാരിക്കുന്നത്. പക്ഷെ ഇവർക്കെല്ലാം ഗ്ലോബലി അറിയുന്നത്, നമുക്ക് എല്ലാവർക്കും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഏതാണ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജ് ആണ്. ഇനിയിപ്പോ നിങ്ങൾ ഒരു കൺട്രിയിൽ ട്രാവൽ ചെയ്യാൻ പോയാൽ അവിടെയുള്ള ആളുകളോട് സംസാരിക്കണമെങ്കിലും നമുക്കും അവർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ് വേണ്ടേ, അതാണ് ഇംഗ്ലീഷ്. ഇനി എന്തുകൊണ്ടാണ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ടുള്ളത്? ഇപ്പൊ നമുക്ക് മലയാളം ചൂസ് ചെയ്യാലോ, ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, എല്ലാവർക്കും മലയാളം പഠിച്ചാൽ പോരെ. എന്തുകൊണ്ട് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ എല്ലാവർക്കും ജാപ്പനീസ് സംസാരിച്ചാൽ പോരെ, എന്തുകൊണ്ട് ഇംഗ്ലീഷ് ചൂസ് ചെയ്തു? ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് ലാംഗ്വേജ് ദാറ്റ് എവ്രിവൺ ക്യാൻ ലേൺ. നമ്മൾ വിചാരിക്കും മലയാളം അല്ലേ ഏറ്റവും ഈസി എന്ന്. ആക്ച്വലി മലയാളം ഈസ് ദ മോസ്റ്റ് ഹാർഡസ്റ്റ് ലാംഗ്വേജ് ടു ലേൺ. മലയാളമാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കാൻ. നമ്മൾക്ക് മലയാളമാണ് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത്. കാരണം എന്താണ്, ഫ്രം ദ ഡേ വി ബോൺ വി ആർ ഹിയറിംഗ് മലയാളം ആൻഡ് വി ആർ സ്പീക്കിംഗ് മലയാളം. ദാറ്റ്സ് വൈ മലയാളം ബിക്കേം ഈസി ഫോർ അസ്. ഇതുപോലെ തന്നെ നേറ്റീവ് കൺട്രീസ് ആയിട്ടുള്ള അമേരിക്കയിലൊക്കെ അവര് ജനിച്ചത് മുതൽ കേൾക്കുന്നത് എന്താണ്, ഇംഗ്ലീഷ്. അതുകൊണ്ട് അവർക്ക് ഇംഗ്ലീഷ് ഈസി ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ശരിക്കും മലയാളം, ഇനിയിപ്പോ നിങ്ങളൊരു ഫോറിനറോട് ചോദിക്കുകയാണ്, മലയാളം പഠിക്കുന്ന ഒരു ഫോറിനറോട് ചോദിക്കുകയാണെങ്കിൽ മലയാളം പഠിക്കാൻ ഈസി ആണോ ചോദിച്ചാല് they would probably be telling you Malayalam is the most hardest language to learn. അങ്ങനെ നോക്കുമ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഏതൊരു ലാംഗ്വേജ് നിങ്ങൾ നോക്കുകയാണെങ്കിലും ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇംഗ്ലീഷാണ്. ജാപ്പനീസ് നോക്കുകയാണെങ്കിലും ചൈനീസ് നോക്കുകയാണെങ്കിലും റഷ്യൻ നോക്കുക, ഫ്രഞ്ച് നോക്കുക, സ്പാനിഷ്, ഏത് ലാംഗ്വേജ് എടുത്താലും ഏറ്റവും ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷാണ്. ദാറ്റ്സ് വൈ ഇംഗ്ലീഷ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് ആസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും ഈസി ആണല്ലോ. അപ്പൊ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങ് പഠിക്കാൻ തുടങ്ങുക. ഓക്കെ, ഇനി ഗ്രാമറോ എന്ത് കാര്യം നോക്കുകയാണെങ്കിലും ഇംഗ്ലീഷ് പഠിക്കുന്നത് വളരെ ഈസിയാണ്. നൗ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇമാജിൻ ദാറ്റ് ഐ ഹാവ് ട്രാവൽ ടു ജപ്പാൻ ആൻഡ് ഐ ഡോണ്ട് നോ ജാപ്പനീസ് ആൻഡ് ദ പേഴ്സൺ there doesn't know Malayalam, but maybe both of us know some English. So English can help us communicate with people from different backgrounds, right? ഇപ്പോൾ ഞാൻ ജപ്പാനിലോട്ട് ട്രാവൽ ചെയ്തു ആൻഡ് എനിക്ക് ജാപ്പനീസും അറിയില്ല, അവിടെയുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന ഒരു ലാംഗ്വേജ് ഏതാ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ലാംഗ്വേജ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആയിരിക്കും. കാരണം എനിക്കും ഇംഗ്ലീഷ് അറിയാം, അവർക്കും ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഞങ്ങൾക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ. അപ്പൊ ഇംഗ്ലീഷ് എന്താണ്, നമുക്ക് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഫ്രം ഹിയർ we understood that English is not just a school subject, it is a communication skill. Okay, now English can give us confidence. This is the second concept I have to discuss. English can give us confidence. English നമുക്കൊരു കോൺഫിഡൻസ് തരും. ഇംഗ്ലീഷ് പഠിക്കുന്നതിന് അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. Sometimes we may know what we want to say, but we are afraid of making mistakes. We think, what if my grammar goes wrong? What if people laugh at me? What if I pronounce something incorrectly? Because of these thoughts, we may remain silent, you know. But remember, making mistakes is a part of learning. Making mistakes is a part of learning. അപ്പം നമ്മളെല്ലാവർക്കും ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഇംഗ്ലീഷ് നമുക്കൊരു കോൺഫിഡൻസ് തരും, അതിലോട്ട് ഞാൻ വരാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കാതിരിക്കുന്നത്? കാരണം നമ്മൾ പേടിച്ചിട്ടാണ്. ഞാൻ മിസ്റ്റേക്സ് വരുത്തുമോ എന്നുള്ള ഒരു പേടി കൊണ്ടല്ലേ മോസ്റ്റ് ഓഫ് ദി പീപ്പിളും സംസാരിക്കാതിരിക്കുന്നത്. ഇപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഗ്രാമർ തെറ്റുമോ, ആളുകൾ എന്നെ നോക്കി ചിരിക്കുമോ, അല്ലെങ്കിൽ ഞാനൊരു വേർഡ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഇൻകറക്റ്റ് ആവുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചോക്ലേറ്റ് എന്ന് പറയില്ലേ,
ചോക്ലേറ്റ് എന്നല്ല അതിന് പറയുന്നത്, ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. അതുപോലത്തെ വേർഡ്സ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഇൻകറക്റ്റ് ആകുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളോട് തന്നെ ഈ തോട്ട്സ് ചോദിക്കുകയാണ്, ഞാൻ പറയുന്ന ഗ്രാമർ തെറ്റുമോ എന്നൊക്കെ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തന്നെ സൈലന്റ് ആവുമല്ലേ. ഇതിനേക്കാൾ ഇപ്പൊ ഗ്രാമർ തെറ്റുന്ന ആളുകൾ ചിരിക്കാതിരിക്കണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിലും ഞാൻ സൈലന്റ് ആയാൽ പോരെ, എന്നാ കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല നമ്മൾ സൈലന്റ് ആവുന്നത്, ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, മിസ്റ്റേക്സ് എന്ന് പറയുന്നത് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുത്തിയേ പറ്റൂ. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യം മിസ്റ്റേക്ക് ആക്കി മാറ്റല്ല, ഓട്ടോമാറ്റിക്കലി വരുന്ന മിസ്റ്റേക്സ് ഉണ്ടാവുമല്ലോ, ഈ മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്യണം. മിസ്റ്റേക്ക് ആയിട്ട് അവിടെ നിൽക്കല്ല, അത് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ SSLC പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ SSLCയിൽ ഒരു വെക്കേഷൻ പീരീഡ് ആയ ആൾക്ക്. ഇതിനു മുമ്പ് ഞങ്ങൾക്ക് 2 പീരിയോഡിക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലെ 2ാമത്തെ പീരിയോഡിക് ടെസ്റ്റ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യാം. എക്സാം ടൈമിൽ 45 മിനിറ്റ്സ് ആണ് ഒരു എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ടൈമിനുള്ളിൽ എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും പ്രോപ്പറായിട്ട് എഴുതാണ്ട്, ചില 2 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് എഴുതി വെക്കും, അപ്പോൾ 6 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് എഴുതുന്നത് കുറഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ എന്താ, ഇങ്ങനത്തെ ടൈം മാനേജ്മെന്റ് എനിക്ക് കറക്റ്റ് ശരിയാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ ഇങ്ങനെ എടുത്ത് നോക്കുമല്ലോ, ബുക്ക് മറിച്ചിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയില്ല, ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ടൈമിൽ ഞാൻ അവിടെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. ഈ മിസ്റ്റേക്സ് വരുത്തിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഞാൻ ലാസ്റ്റ് പബ്ലിക് എക്സാം എഴുതുന്ന സമയത്താണ് എനിക്ക് ടൈം മാനേജ്മെന്റ് ഇല്ലാതെ വരികയും ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവാതെ അവിടെ ആ ഇക്വേഷനിൽ ഇങ്ങനെ കുറെ ടൈം ഇരിക്കുകയും ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ആലോചിച്ച് കുറെ സമയം ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എപ്പോഴായിരിക്കും ഉണ്ടാവുക, ആ ഒരു സിനാറിയോ. ആ ഒരു പബ്ലിക് എക്സാമിന്റെ ടൈമിലല്ല, പബ്ലിക് എക്സാമിന്റെ ടൈമിൽ ആ ഒരു സിനാറിയോ ഉണ്ടാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. പകരം ഈ ഒരു പീരിയോഡിക് ടെസ്റ്റിലും ടേം എക്സാമിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായാൽ ഓക്കെ, എനിക്ക് ടൈം മാനേജ്മെന്റ് ശരിയാക്കണം, എനിക്ക് ഈ കോൺസെപ്റ്റ് ശരിയാക്കണം, എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കണം, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നിൽക്കരുത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവുകയും അതവിടെ നിന്ന് പഠിക്കാനും പറ്റും. ഇതുപോലെ തന്നെയാണ് ഏതൊരു ലാംഗ്വേജ് പഠിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇപ്പം ഈ ഡു, ഡസൻറ്റ്, ഡോണ്ട്, ഡസൻറ്റ്, അതുപോലെ തന്നെ ഡിഡിൻറ്റ്, ഇതൊക്കെ എന്താണ് സിമിലർ ആയിട്ടുള്ള വേർഡ്സ് ആണ്. എന്നാൽ അവിടെ എന്താണ് ഡോണ്ട് എന്ന് പറയുന്നത് ഹീഷി അല്ല ദേ, വി അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. ഡസൻറ്റ് എന്ന് പറയുന്നത് ഹീഷി അങ്ങനത്തേനാണ്, ഇറ്റ് അവിടെയാണ് യൂസ് ചെയ്യുന്നത്. ഡിഡിൻറ്റിന് പിന്നെ പാസ്റ്റ് ഫോമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിപ്പോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ചിലപ്പോൾ ഡസൻറ്റ് വരേണ്ടടുത്ത് ഡോണ്ട് ഒക്കെ വന്നിട്ടുണ്ടാകും. പക്ഷേ നിങ്ങളോട് ഒരാൾ പറയാണ് അവിടെ ഡസൻറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും, ആ ഒരു മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് ടൈം നിങ്ങൾ മാക്സിമം ഡസൻറ്റ് യൂസ് ചെയ്യാനായിരിക്കും നിങ്ങൾ ട്രൈ ചെയ്യുക. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലേണിംഗ്. അത് ലേണിങ്ങിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തിയാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും വരുത്താതെ ഫ്ലുവൻ്റ് ആയിട്ട് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിയും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. പക്ഷേ യു ഹാവ് ടു മേക്ക് മിസ്റ്റേക്സ് നൗ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ എ ചൈൽഡ് ലേൺസ് ടു വാക്ക്, ഡസ് ദ ചൈൽഡ് വാക്ക് പെർഫെക്റ്റ്ലി ഓൺ ദ ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ്? ഒരു കുട്ടി നടക്കാൻ തുടങ്ങിയാൽ ആ കുട്ടി ആദ്യത്തെ ദിവസം തന്നെ പെർഫെക്റ്റ് ആയിട്ട് നടക്കാൻ തുടങ്ങുമോ? Of course no. The child falls, gets up, tries again and slowly learns to walk. എങ്ങനെയാണ്, കുട്ടി ആദ്യം വീഴും, എഴുന്നേൽക്കും, വീണ്ടും ശ്രമിക്കും, വീണ്ടും വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും ശ്രമിക്കും, ആൻഡ് അറ്റ് ലാസ്റ്റ് ആ കുട്ടി എന്ത് ചെയ്യും, മെല്ലെ നടക്കാൻ തുടങ്ങും. ഇങ്ങനെയല്ലേ ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഓക്കെ, ജസ്റ്റ് സ്പീക്ക്, മേക്ക് മിസ്റ്റേക്സ്, ലേൺ, ട്രൈ അഗെയിൻ. Let me repeat it once again. Speak, make mistakes, learn and try again. That is how we improve. സംസാരിക്കുക, മിസ്റ്റേക്ക് വരുത്തുക, ലേൺ ചെയ്യുക. മിസ്റ്റേക്ക് വരുത്തിയിട്ട് ഓക്കെ മിസ്റ്റേക്ക് വരുത്തി അത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കല. അത് എന്തുകൊണ്ടാണ് മിസ്റ്റേക്ക് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം നിങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ്, നിങ്ങളിവിടെ എല്ലാ ദിവസവും സംസാരിക്കാറുണ്ട്. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഒരാളൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ മറ്റൊരാൾക്ക് അത് അറിയുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ആ വ്യക്തിയെ എന്ത് ചെയ്യണം, നല്ല പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചാലായിരിക്കും കൂടുതൽ ബെറ്റർ ആവുക എന്നുള്ളത്. ചിലപ്പോൾ വേറൊരു വ്യക്തിക്ക് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകും എങ്ങനെ സംസാരിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, ആള് പറയണം ഇതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും എന്ന്. അങ്ങനെ ആകുമ്പോൾ 2 വ്യക്തികൾക്കാണ് ആ മിസ്റ്റേക്ക് എന്ത് ചെയ്യുന്നത്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പാർട്ടിലോട്ട് പോവാം. നമ്മൾ ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്യണമെന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ
ഈസിയസ്റ്റ് വേർഡ്സിനേക്കാളും ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടെൻഡൻസി വരും. ആൻഡ് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് യു ഡോണ്ട് നീഡ് ഡിഫിക്കൽട്ട് വേർഡ്സ് ടു സ്പീക്ക് എ ലാംഗ്വേജ്. ഏതൊരു ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിലും, ഇപ്പൊ ഞാനൊക്കെ ഹിന്ദി പഠിക്കുന്ന സമയത്ത്, ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്ന സമയത്ത് ഹിന്ദിയിൽ ഒരു നോർമലി യൂസ് ചെയ്യുന്ന വേർഡ്സ് ഉണ്ടാവും, അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള വലിയ ഫാൻസി വേർഡ് യൂസ് ചെയ്യണമെന്നായിരിക്കും എൻ്റെ മൈൻഡിൽ ഉണ്ടാവുക. ആൻഡ് അത് യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊനൗൺസിയേഷൻ ഫുള്ളി തെറ്റും. പിന്നെ കായും കോയും സായും സോയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗ്രാമർ മൊത്തം തെറ്റും. അപ്പം ഇവിടെ ഡിഫിക്കൽട്ട് വേർഡ്സ് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. Sometimes people think that if I want to speak in good English, I need to use very big words. Not at all. Good communication is not about using difficult words. It is about making yourself clear and comfortable and understandable. ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ നല്ല വേർഡ്സ് യൂസ് ചെയ്യുക, വലിയ വലിയ ബിഗ് ആയിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വേർഡ്സ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. ബട്ട് അതല്ല ഒരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു നല്ല സംഭാഷണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം ആ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നതിൽ. നിങ്ങൾ ഡിഫിക്കൽട്ടായിട്ട് വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു പേടി ഉണ്ടാകും, ഇത് റോങ് ആവുമോ ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് മറ്റുള്ളവർക്കും അത് മനസ്സിലാകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഐ എം എക്സ്ട്രീംലി ഫാറ്റിഗ്ഡ് ഡ്യൂ ടു മൈ എക്സ്റ്റെൻസീവ് വർക്ക് ലോഡ്, ഐ എം എക്സ്ട്രീംലി ഫാറ്റിഗ്ഡ് ഡ്യൂ ടു മൈ എക്സ്റ്റെൻസീവ് വർക്ക് ലോഡ്, വി ക്യാൻ സിംപ്ലി സേ ഐ എം വെരി ടയർഡ് ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്? അപ്പൊ ഞാൻ ഒന്നുകൂടി ഈ രണ്ട് സെന്റൻസും പറയാം. സെന്റൻസ് 1 ആണ്, ഐ എം എക്സ്ട്രീംലി ഫാറ്റിഗ്ഡ് ഡ്യൂ ടു മൈ എക്സ്റ്റെൻസീവ് വർക്ക് ലോഡ്. സെക്കൻഡ് സെന്റൻസ്, ഐ എം വെരി ടയർഡ് ബിക്കോസ് ഐ ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. ഇതിൽ ഏതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നത്? Yes, of course, it is the second one. Because the second sentence is simple, but everyone can understand it easily. First sentence എന്ന് പറയുന്നത് കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ ഒരു ഫാൻസി ആയിട്ടുള്ള കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഒരു സെന്റൻസ് ആണ്. പക്ഷെ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല ഇത് കറക്റ്റ് ആവുമോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് പറയരുത്. അത് പറയുന്നതിന് പകരം സിമ്പിൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫാൻസി ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ട് വൊക്കാബുലറീസ് യൂസ് ചെയ്യരുത് എന്നല്ല, പകരം നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യം ആദ്യം പറഞ്ഞു പഠിക്കുക ആൻഡ് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യണം. അതിൽ തന്നെ ആ സിമ്പിൾ സെന്റൻസിൽ തന്നെ എല്ലാ കാലം നിൽക്കരുത്, ഇംപ്രൂവ് ചെയ്യണം. പക്ഷെ സിമ്പിൾ സെന്റൻസ് ആദ്യം കംഫർട്ടബിൾ ആക്കണം. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് യൂസിങ് ഫാൻസി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. സിമ്പിൾ ഇംഗ്ലീഷ് ഈസ് ഓൾവേസ് ഗുഡ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ സിമ്പിൾ ഹിന്ദി ഈസ് ഓൾവേസ് ഗുഡ് ഹിന്ദി എന്നാണ് ഞാൻ എന്നോട് തന്നെ പറയാറുള്ളത്. ഓക്കെ, നൗ ഹൗ കെൻ വി ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ്? ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇംഗ്ലീഷിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്നും. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്? ബിക്കോസ് ഇംഗ്ലീഷ് ഈസ് ദ ഈസിയസ്റ്റ് ലാംഗ്വേജ് വി ക്യാൻ എവർ ലേൺ. ആൻഡ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിലൂടെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഏതൊരു വ്യക്തിയോട് ഇംഗ്ലീഷിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് അറിയുന്ന ആളുകളോട് മാത്രമല്ല, നമുക്ക് എവിടെ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോയാലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. എവിടെ പെട്ടാലും, ഇപ്പൊ എന്ത് സിറ്റുവേഷനിൽ പെട്ടാലും, എന്ത് ബുദ്ധിമുട്ടായാലും അവിടെ നമുക്ക് സംസാരിക്കാൻ കഴിയും. കാരണം ഇംഗ്ലീഷ് നമുക്കറിയാം, അതൊരു കോൺഫിഡൻസ് ആണ്. ആൻഡ് മിസ്റ്റേക്സ് എന്താണ്, ലേണിങ്ങിന്റെ ഒരു പാർട്ടാണെന്ന് പഠിച്ചു. നമുക്ക് ഫാൻസി വേർഡ്സ്, ഡിഫിക്കൽട്ട് വേർഡ്സ് ഒന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങാം എന്ന് പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം, ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ് എടുത്താലും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി ഇംഗ്ലീഷിന് പറയുന്നതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, how can we actually improve our English? Now I have a few simple suggestions, but before that, I'm not a professional English practitioner, so there would be wrongs. If any wrongs are there, please feel to guide me and correct me. ഓക്കെ, എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സിമ്പിൾ സജഷൻസ് എൻ്റെ സജഷൻസ് ആണ്. ഇതിനായിട്ടുള്ള ബെറ്റർ സജഷൻസിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അപ്പം അത് നിങ്ങൾക്ക് ഇവിടെ പറയാവുന്നതാണ്. ഓക്കെ, so here are my
few simple suggestions which are: first, speak every day. എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് എല്ലാ ദിവസവും സംസാരിക്കുക എന്നുള്ളത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. Even if you can speak only 5 sentences, speak them. Talk to your family, talk to your friends, talk to yourself in English. For example, while doing your daily activities, you can say, I'm making tea, I'm going to the supermarket, I need to finish this work. This simple practice can make a big difference, you know. ഇപ്പം നിങ്ങൾ ഡെയിലി ലൈഫിൽ നല്ല ബിസി ആയിരിക്കും, നിങ്ങളുടെ ജോലിപരമായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും. ആ സമയത്ത് എപ്പോഴും ആളുകൾ പറയുന്നത് നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇംഗ്ലീഷ് പഠിക്കുക, ഫ്രീ ടൈമിൽ ഒരു കാര്യം പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ ഇംഗ്ലീഷിൽ പറയാം. ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഫാമിലിയോടൊക്കെ നിങ്ങൾ സംസാരിക്കുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലാക്കിയാലും മതി. ഇനിയിപ്പോൾ അതിനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് തന്നെ നിങ്ങൾ സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചായ ഉണ്ടാക്കുകയാണ്, ചായ ഉണ്ടാക്കുമ്പോൾ ഐ എം മേക്കിംഗ് ടീ. ഇനി വെജിറ്റബിൾസ് കട്ട് ചെയ്യുകയാണെങ്കിൽ ഐ എം കട്ടിങ് ദ വെജിറ്റബിൾസ്. ഇനി സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഐ എം ഗോയിങ് ടു ദ സൂപ്പർ മാർക്കറ്റ്. വർക്ക് ഫിനിഷ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഐ നീഡ് ടു ഫിനിഷ് ദിസ് വർക്ക്. ഇനി വർക്കെല്ലാം ഫിനിഷ് ചെയ്തു, ദിവസം കഴിയുകയാണെങ്കിൽ ഐ എം കോളിംഗ് ഓഫ് ദ ഡേ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ പറയുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 5 സെന്റൻസ് നിങ്ങൾ എല്ലാ ദിവസവും സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് 1% നിങ്ങൾ ബെറ്റർ ആവണേ നെക്സ്റ്റ് ആകുമ്പോഴേക്കും. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ ഓരോ ദിവസവും സംസാരിക്കണം. നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റാർട്ട് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും നന്നായിട്ട് തന്നെ സംസാരിക്കാൻ വേണ്ടിയിട്ട് കഴിയും. കാരണം നിങ്ങളൊക്കെ എന്താണ് ഒരേ ലെവലിലുള്ള ആളുകൾ, ചിലവരെ ലെവൽ കൂടും, ചിലവരെ ലെവൽ കുറയും. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ എന്തായാലും എല്ലാ ദിവസവും എല്ലാവരും കുറച്ചെങ്കിലും സംസാരിക്കാം. നൗ ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ലിസൺ ടു ഇംഗ്ലീഷ്. എല്ലാവരും പറയുന്നത് സ്പീക്ക് എവറി ഡേ എന്നുള്ള കാര്യമാണ്. അതന്നെ ഓഫ് കോഴ്സ് ഞാനും അതന്നെയാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. എന്തായാലും സംസാരിക്കൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ലിസണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ, അത് വേറെ. അത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലോട്ടല്ല വരുന്നത്. നമ്മൾ ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ ലിസണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് നോക്കുന്നത്. അപ്പൊ ലിസൺ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, നമ്മൾ ആ വേർഡ്സ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങളൊരു ഇംഗ്ലീഷ് മൂവി കാണുകയാണെങ്കിൽ ഇംഗ്ലീഷ് മൂവിയിൽ ഒരാള് ഒരു ക്യാരക്ടർ എന്ത് ചെയ്യാണ്, ഒരു വേർഡ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാണ്, അല്ലെ ആ ഒരു വേർഡ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് അറിയില്ലായിരുന്നു പണ്ട്. ഈ ഗ്രാബ് എന്നുള്ള വേർഡ് ഞാൻ എങ്ങനെ പഠിച്ചു? ഗ്രാബ് എന്ന് പറഞ്ഞാല് നമ്മളൊരു സാധനം എടുക്കുന്നതിനൊക്കെയാണ് ഗ്രാബ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രാബ് എന്നുള്ള വേർഡ് ഞാൻ പഠിച്ചത്, ഞാൻ ഒരുപാട് യൂട്യൂബിൽ ഷോർട്സ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് അതിൽ കുറേ വേർഡ് റിപ്പീറ്റ് ചെയ്ത് വരും ഓരോ ഷോർട്സ് കാണുമ്പോഴും. അങ്ങനെ ഞാൻ ആ വേർഡ് പഠിച്ചിട്ടുള്ളത്. ഇതുപോലെ നിങ്ങളൊരു ഇംഗ്ലീഷ് മൂവി കാണുക, ഇംഗ്ലീഷിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുക, എന്തായിക്കോട്ടെ, ഈ സമയത്ത് ഈ ഒരു വേർഡ് നിങ്ങൾ ഇപ്പൊ ആ വേർഡ് നിങ്ങൾക്ക് അറിയേണ്ടാവില്ല. നിങ്ങൾ ഒരിക്കലും യു ഹാവ് നെവർ ഹേർഡ് ഓഫ് ദാറ്റ് വേർഡ് ഇൻ യുവർ ലൈഫ്. പക്ഷെ അത് നിങ്ങൾ ഫസ്റ്റ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, അതാ എന്താണെന്ന് അറിയാനും. എന്നാലും നിങ്ങൾ അതൊന്നും റിസർച്ച് ഒന്നും ചെയ്തൊന്നും നോക്കില്ല കേട്ടോ. പിന്നെ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി തുടങ്ങും. ആ മൂവിയുടെ ഇടയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും വീണ്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ ഹോംവർക്ക് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഈ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഇഡിയം നിങ്ങൾ റിപ്പീറ്റഡ്ലി കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് ഓക്കെ, എന്താണ് ഈ പീസ് ഓഫ് കേക്ക്? എല്ലായിടത്തും പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ ഹോംവർക്ക് എന്തായാലും പീസ് ഓഫ് കേക്ക് എന്ന് പറയുമ്പോൾ ഹോംവർക്ക് എന്തോ ഒരു കേക്കിന്റെ കഷണമാണോ? അങ്ങനല്ല. അത് നമുക്ക് അപ്പൊ തന്നെ ആ ഒരു ഇഡിയത്തിൽ തന്നെ മനസ്സിലാവും, ഒരു സെന്റൻസ് തന്നെ മനസ്സിലാവും അതൊരു ഇഡിയാണെന്നുള്ളത്. പിന്നെ എന്താണ് ഈ പീസ് ഓഫ് കേക്ക്? കുറച്ച് കഴിഞ്ഞാല് ആ ഒരു ഇഡിയം റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മനസ്സിലാവും പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഇപ്പം ഇംഗ്ലീഷ് ഈസ് എ പീസ് ഓഫ് കേക്ക്, ഹോംവർക്ക് ഈസ് എ പീസ് ഓഫ് കേക്ക്, അതുപോലെ തന്നെ കുക്കിംഗ് ഈസ് എ പീസ് ഓഫ് കേക്ക്, കോഡിംഗ് ഈസ് എ പീസ് ഓഫ് കേക്ക്. ഇങ്ങനെ റിപ്പീറ്റഡ്ലി കേൾക്കുമ്പോൾ ഓക്കെ, അതെന്താണ് ഈസിനെസ് എന്നുള്ളതിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ഒരു വേർഡ് കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് കേട്ടാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യും, യൂട്യൂബിൽ പോയി ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കും. കാരണം ഇതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർ വരും. അതാണ് ലിസണിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ലിസണിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാച്ച് സിമ്പിൾ ഇംഗ്ലീഷ് വീഡിയോസ്, ലിസൺ ടു ഇംഗ്ലീഷ് കോൺവെർസേഷൻസ്, listen carefully to how people pronounce the words and make sentences. The more you listen, the more naturally you will start speaking. അപ്പോൾ ഒരു മൂവി തന്നെ വാച്ച് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഓരോ വീഡിയോസ് വാച്ച് ചെയ്യില്ലേ,
അത് ഇംഗ്ലീഷിലോട്ട് ആക്കിയാൽ മതി. ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ട് ആക്കുക. ഇനി വ്ളോഗ്സ് വാച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിലോട്ട് മാറ്റുക. അതുപോലെ തന്നെ ഇനിയിപ്പോ നിങ്ങൾ ന്യൂസ് കാണുന്നവരാണെങ്കിൽ ആ ന്യൂസ് ഇംഗ്ലീഷ് ന്യൂസ് കാണുക. കുറച്ച് സമയം ഇംഗ്ലീഷ് ന്യൂസ് കണ്ടോട്ടെ, നമുക്ക് അതിന് ഇംഗ്ലീഷ് ന്യൂസ് ഒക്കെ കാണുമ്പോൾ ആ ഒരു നമ്മൾ ഇംഗ്ലീഷ് ന്യൂസ് ഒക്കെ കാണുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രൗഡൊക്കെ വരും. ഓക്കെ, അതുപോലെ ഷോർട്സ് റീൽസ് ഒക്കെ കാണുമല്ലോ, അത് ഇംഗ്ലീഷിലോട്ട് മാറ്റുക. അതുപോലെ ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് നമ്മൾ കേൾക്കാം. അപ്പം യൂട്യൂബിൽ തന്നെ പഠിച്ചാൽ കിട്ടും തോന്നുന്നു. എന്തോ ഒരു ഡുവലിങ്കോ എന്ന ആപ്പില്ലേ, ആ ഡുവലിങ്കോടെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഇംഗ്ലീഷ് കോൺവെർസേഷൻസ് ഉള്ള. അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ സിമ്പിൾ ഇംഗ്ലീഷ്, ഡെയിലി ലൈഫ് ഇംഗ്ലീഷ്, അപ്പൊ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുക. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ആളുകൾ സംസാരിക്കുമല്ലോ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഫ് എ ടൈം നിങ്ങൾ സംസാരിക്കുക, കുറച്ച് സമയം നിങ്ങൾ കേൾക്കുക. ഇത് ഞാൻ പറയുമ്പോഴേ നിങ്ങൾ സംസാരിക്കാതെ ഇരിക്കരുത് എന്നല്ല, നിങ്ങൾ സംസാരിച്ചിട്ട് കുറച്ച് സമയം ആളുകൾ പറയുന്നത് കേൾക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലിസണിങ്ങിന്റെ ഒരു സ്കില്ലും കിട്ടും. മാത്രമല്ല നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഹസൻ സാറ് സംസാരിക്കുകയാണ്, ഗിരിജ മാമും സംസാരിക്കുകയാണ്, ഗീത മാം ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ ഗീത മാം എന്ത് ചെയ്യാണ്, ഇവരുടെ കോൺവെർസേഷൻ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഹസൻ സാറ് പുതിയൊരു വേർഡ് പറഞ്ഞു. അപ്പം ഗീത മാം എന്ത് ചെയ്യും, ഓക്കെ പുതിയൊരു വേർഡ് ആണല്ലോ, ഇതെന്താണെന്ന് റിസർച്ച് ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒക്കെ കേട്ടിട്ട് മൈൻഡിലൊന്ന് പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഹസൻ സാറും ഗീത മാമോട് സംസാരിക്കും. അപ്പൊ ഗിരിജ മാം എന്ത് ചെയ്യും, ഒന്ന് സ്റ്റോപ്പ് ചെയ്യല്ല, കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ബ്രേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2 minutes ഇങ്ങനെ ഒന്ന് മിണ്ടാക്കുമല്ലോ. അപ്പൊ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരാള് കുറച്ചൊന്ന് സമയം ഒന്ന് താഴ്ന്നു നിൽക്കുമല്ലോ. ആ ഒരു ടൈമിൽ അവരെന്താ സംസാരിക്കുക നോക്കുക, അവരുടെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ രണ്ടാളുകൾ സംസാരിക്കുമ്പോൾ ഒരാൾ സംസാരിക്കാതെ ഇരിക്കുക, വെറുതെ ഇരിക്കുക എന്നല്ല, അവർ സംസാരിക്കുന്ന ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നമ്മുടെ പണി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയല്ല ചെയ്യുന്നത്, പകരം കാര്യം ഒന്ന് ഒബ്സർവ് ചെയ്യുക. ദാറ്റ്സ് ഗുഡ്. ഇനി നെക്സ്റ്റ് സജഷനിലോട്ട് പോവാണ്, വിച്ച് ഈസ് ലേൺ ഫ്രേസസ് നോട്ട് ഓൺലി വേർഡ്സ്. ഫ്രേസസ് പഠിക്കുക. ഓക്കെ, വേർഡ്സിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ലേണിംഗ് 1 word at a time, learn useful sentences. For example, don't just learn the word agree. Learn I agree with you. Don't just learn understand. Learn I understand what you mean. This make it easier to use English in real conversation. ഇപ്പൊ എന്താ പറഞ്ഞത്, ഫ്രേസസ് നിങ്ങൾ പഠിക്കുക. നിങ്ങളിപ്പോ ഒരു വേർഡ് പഠിക്കുകയാണ്, അഗ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാൾ അഗ്രി എന്ന് പറഞ്ഞ ഒരു വേർഡ് നിങ്ങൾ കേട്ടു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അഗ്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം അല്ലെ, ശരിയാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ നിങ്ങൾ ഒരു പുതിയൊരു വേർഡ് കേൾക്കുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് അഗ്രി എടുക്കുകയാണെങ്കിൽ, ഓക്കെ അഗ്രി ശരിയാണ്, ഈ വൊക്കാബുലറി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അതൊരു സെന്റൻസ് ആക്കിയിട്ട് നിങ്ങൾ പഠിക്കാം. ഐ അഗ്രി വിത്ത് യു, ഞാൻ നിന്നോട് എന്താ അഗ്രി ചെയ്യുന്നു, നീ പറയുന്ന കാര്യം ശരിയാണെന്നുള്ള രൂപത്തിൽ പറയുന്നതാണ് ഈ ഐ അഗ്രി വിത്ത് യു എന്നുള്ള ഫ്രേസ്. ഈ ഫ്രേസ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ റിയൽ ലൈഫ് കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ അഗ്രി എന്നുള്ള വേർഡ് മാത്രം പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഒരു റിയൽ ലൈഫ് കോൺവെർസേഷനിൽ നിങ്ങൾക്ക് ആ വേർഡ് യൂസ് ചെയ്യാൻ ഒരു പേടി ഉണ്ടാകും. ഇത് ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യലെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഐ അഗ്രി എന്നായിരിക്കും പറയാം. പക്ഷെ ഇതൊരു ഫ്രേസ് ആയിട്ട് പഠിക്കുമ്പോൾ ഐ അഗ്രി വിത്ത് യു, ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ നിങ്ങൾക്ക് ഐ അഗ്രി വിത്ത് യു എന്ന് പറയാം എന്ന കാര്യം നിങ്ങൾക്ക് അറിയുമ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ പറയും, ഓക്കെ ഐ അഗ്രി വിത്ത് യു എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള വൊക്കാബുലറി ആണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, പഠിക്കാൻ മീൻസ് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അല്ലാതെ ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്ക് മനസ്സിലായി, മനസ്സിലായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല കേട്ടോ പഠിത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരു സമയത്ത് നമ്മൾ കേൾക്കും, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ഇതിന്റെ മീനിങ് ഇതാണെന്ന് മനസ്സിലാക്കുമല്ലോ. അപ്പൊ ആ സമയത്ത് അതൊരു സെന്റൻസ് ആക്കിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ, നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നുള്ള രൂപത്തിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺവെർസേഷനിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, നിങ്ങളിപ്പം ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഈ സെന്റൻസ് ഓട്ടോമാറ്റിക്കലായിട്ട്, അതായത് ഫ്രേസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇനിയിപ്പോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, ഇപ്പൊ ഒരു വേർഡ് പഠിച്ചാൽ എവിടുന്നാണ് ഇതിന് ഫ്രേസ് ആക്കിയിട്ട് ഞാൻ മാറ്റുക. നിങ്ങളിപ്പോ ഒരു വേർഡ് പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ്ലി പോയിട്ട് ഗൂഗിളിലോ യൂട്യൂബിലോ എസ്പെഷ്യലി ChatGPT, ജെമിനി പോലത്തെ AI സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ടൈപ്പ് ചെയ്യാം. ആ വേർഡ് ടൈപ്പ് ചെയ്തിട്ട് ഇതിനെ ഒരു ഫ്രേസ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറയാം. ഇങ്ങനെ, അതായത് ഇപ്പൊ അഗ്രി ടൈപ്പ് ചെയ്തിട്ട് മേക്ക് എ ഫ്യൂ ഫ്രേസസ് വിച്ച് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ റിയൽ ലൈഫ് കോൺവെർസേഷൻസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രേസസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നോക്കുക. എല്ലാം കൂടി ബൾക്കായിട്ട് പഠിച്ചാൽ പിന്നെ അത് ഓർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നൗ ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് സജഷൻ ഈസ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക
ഒരിക്കലും പേടിക്കരുത്. ദിസ് ഇസ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് വൈൽ സ്പീക്കിംഗ്, ഡോണ്ട് എവർ സ്റ്റോപ്പ്. Correct yourself and continue. Nobody becomes fluent without making mistakes. Mistakes are a proof that you're trying. മിസ്റ്റേക്സ് വരുത്താൻ ആരും പേടിക്കരുത്. സംസാരിക്കുന്ന സമയത്ത് മിസ്റ്റേക്സ് ഉണ്ടായിക്കോട്ടെ, പക്ഷെ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾ നന്നായിട്ട് സംസാരിക്കായിരിക്കും, പെട്ടെന്ന് ഒരു മിസ്റ്റേക്ക് വരുത്തി, ഞാൻ ഒരു മിസ്റ്റേക്ക് വരുത്തില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഇനി എന്താ ചെയ്യുക, ആകെ ഭയങ്കര ഒരു നാണം കെട്ട പോലെ ആവുമോ, ഞാൻ ഇത്ര നേരം നന്നായിട്ട് സംസാരിക്കായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ വന്നല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് സ്റ്റോപ്പ് റൈറ്റ് ദർ. ഇൻസ്റ്റെഡ് കറക്റ്റ് യുവർ സെൽഫ്. അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്. കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരാൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടു കൂടി ആളാ ഗൈഡൻസ് സ്വീകരിക്കുക. അതാണ് പറയാനുള്ളത്. ഒരാൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തെറ്റിയത് കൊണ്ടാണല്ലോ അയാൾ കറക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു റിഗ്രറ്റ്, ഗിൽറ്റി ഫീലിംഗ് ഒന്നും പാടില്ല. പകരം സന്തോഷത്തോടു കൂടി പ്രൗഡായിട്ട് തന്നെ ആളുടെ അഡ്വൈസ് സ്വീകരിക്കുക. ആരും ഫ്ലുവൻ്റ് ആവുന്നത് മിസ്റ്റേക്സ് വരുത്താതെ അല്ല, എല്ലാവരും ഫ്ലുവൻ്റ് ആവുന്നത് മിസ്റ്റേക്സ് വരുത്തിയിട്ട്. അപ്പൊ ഞാൻ ഹിന്ദി പഠിച്ച കഥ പറയുകയാണെങ്കിൽ വളരെ കോമഡി ആയിരിക്കും. ഒരുപാട് മിസ്റ്റേക്സ് വരുത്തിയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പൊ മലയാളം പോലെ തന്നെ മലയാളം വേർഡ്സ്, ഇപ്പൊ എന്റെ ഹിന്ദി പേപ്പറൊക്കെ കണ്ടാല് നല്ല കോമഡി ആയിരിക്കും. മലയാളം വേർഡ്സ് ഒക്കെ ആയിരിക്കും. മരന്നൊക്കെ എഴുതി വെച്ച ഒരുപാട് കഥ ഉണ്ട്. ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഹിന്ദിയും ഇംഗ്ലീഷും തമിഴും ഒന്നല്ലാത്തൊരു, ഹിന്ദിയും അല്ലാത്തൊരു ഭാഷയൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ട്രൈ ചെയ്തു, ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഹിന്ദി സംസാരിക്കും. ഓക്കെ, അപ്പൊ മിസ്റ്റേക്സ് കൊണ്ടാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. നൗ ലെറ്റ്സ് ഡു എ സ്മോൾ ആക്ടിവിറ്റി. പക്ഷെ ഈ ആക്ടിവിറ്റിക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കണം. ഓക്കെ, എന്താണ് സംഭവിച്ചാല് ഞാനൊരു സിറ്റുവേഷൻ നിങ്ങളോട് പറയും. ഓക്കെ, ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ 1 or 2 സെന്റൻസ് പറയണം. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ആയാലും കുഴപ്പമില്ല, 1 സെന്റൻസോ 2 സെന്റൻസോ നിങ്ങൾ പറയണം. ഓക്കെ, ഞാൻ ഒരു സിറ്റുവേഷൻ തരുമ്പോൾ. റെഡി ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇടുമോ? അപ്പൊ ഞാൻ ഫസ്റ്റ് സിറ്റുവേഷൻ 1 പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. യു മീറ്റ് സമ്മൺ ഫോർ ദ ഫസ്റ്റ് ടൈം, വാട്ട് ക്യാൻ യു സേ? നിങ്ങൾ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾക്ക് ആളെ അറിയൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ റോഡിലൂടെ നടക്കുമ്പോഴൊക്കെ ഒരാളെ കണ്ടു എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് എന്തായിരിക്കും ആദ്യം പറയുക? ഓക്കെ, ഫസ്റ്റ്ലി മീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അവരോട് സംസാരിക്കുക, പറയുക? യെസ് യെസ്. First of all, we will greet him or her. Yes. By how? Greet him by saying good morning or good evening or good afternoon. Yes. Then ask her name. Like how will you ask? How will you ask their name? Let me know your name, please. Yeah, that's a polite one. And how will you introduce yourself? Yes. Then I will. My name is such and such name, and I am from Kerala, and which part? And I will say the part of Kerala. Yes. Yes, and yes, that will be the introduction. Yeah, that will be an introduction. That's correct. That's such a wonderful response. Thank you, sir. Thank you so much. Yes. I am ready. Yeah. Thank you. Yes, please. Yes, hello. Firstly, we greet you and the person. Good morning, good evening, or good afternoon, like that. Yes. And hello, how are you? May I know your name? Like that. And then where are you from? Like that. How will you introduce yourself? Yes, I am from Chennai. Like that. Okay. You can also talk about your profession, your family. Not in the first place, after they have introduced themselves. Yes, definitely. Yes. Okay, that was such a wonderful response. Thank you, ma'am. Thank you so much. First of all, I will tell good morning, good afternoon, or good evening. Yeah. Then I will tell where are you from. After that, I will introduce myself.
How will you introduce yourself? How will you introduce yourself? I am from Ernakulam at Kalamasheri. I think Kalamasheri is a part of Ernakulam, right? So you can say I am from Kalamasheri. I am from Ernakulam at Kalamasheri. Yeah, you can say like I am from Kalamasheri, a part of Ernakulam. മാം ചെയ്ത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം മാം മിസ്റ്റേക്ക് പഠിച്ചല്ലേ. ഇപ്പൊ ഞാനൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് പറഞ്ഞു തന്നില്ലേ, ഇതേപോലെ മറ്റുള്ളവരും പറഞ്ഞു തരുമല്ലേ. അപ്പൊ ഒരു ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹാപ്പി ആയിട്ട് പ്രൗഡ് ആയിട്ട് ആ ഒരു മിസ്റ്റേക്കിനെ നമ്മള് എടുക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെ പറയാ മാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കി. I am from Kalamasheri at the part of Ernakulam. അറ്റ അവിടെ വേണ്ട. ഓക്കെ, I am from Kalamasheri, the part of Ernakulam. Which is a part of Ernakulam. Which is part of Ernakulam. കളമശ്ശേരി എന്നുള്ളത് എറണാകുളത്തിന്റെ ഒരു പാർട്ടാണ് എന്നായിരിക്കും, എറണാകുളത്തിന്റെ ഒരു ഭാഗമാണെന്ന് പറയല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ റെസ്പോൺസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു, എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒരു സെക്കൻഡ് സിറ്റുവേഷൻ കൂടി തരാം, ബോറടിപ്പിക്കല്ല, ബട്ട് ഒരു സിറ്റുവേഷൻ കൂടി തരാം. ഓക്കെ, ഇനി ഈ 3 പേരല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്, വേറെ 3 പേരാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദ സെക്കൻഡ് സിറ്റുവേഷൻ ഈസ് someone asks you how was your day, what will you say? അതായത് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, how was your day, നിങ്ങൾ എന്തായിരിക്കും അത് റെസ്പോൺസ് ആയിട്ട് പറയുന്നത്? ടുഡേ വാസ് എ നൈസ് ഡേ. ഓക്കെ, അതിനെക്കാട്ടി കുറച്ചുകൂടി സെന്റൻസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ടുഡേ വാസ് എ നൈസ് ഡേ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിമ്പിൾ സെന്റൻസോട് അവിടെ നിർത്തിയില്ലേ? I enjoyed a lot. എന്നിട്ട് നിങ്ങൾ ചെയ്ത ഒരു കാര്യം പറയും. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. I prepare fish curry. Yeah. It was very tasty and delicious. Of course, I love fish curry. You know, I love fish curry. I think I hope you will make a fish curry for me when I come to your house. When you are listening more, you will actually understand what I am saying. What not only me, others are saying. Okay, thank you ma'am, thank you so much. Yes. Okay, Yeah, I was very busy today, ma'am. I had 2 more works in my house. Then after finishing my work, we went to outside and I had to go to tailoring shop. Yeah. Okay, that was a nice response. അപ്പം ഇതൊന്ന് ഇടവിട്ടിട്ട് പറയാം. അതായത് ഡയറക്ട്ലി ഇങ്ങനെ ഇപ്പൊ ഒരാളോട് നമ്മൾ സംഭാഷണം നടത്തുന്ന സമയത്ത് മലയാളത്തിലായാലും നമ്മൾ ഒരു സെന്റൻസിൽ ഇങ്ങനെ പക്കാ ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ടല്ലല്ലോ പറയാം. അപ്പൊ സെന്റൻസ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടൊന്ന് ഒന്നുകൂടി പറയാൻ വേണ്ടിട്ട് ഒന്നുകൂടി ഒന്ന് പറയോ, ജസ്റ്റ് ഒന്ന് ഒരു ബ്രേക്ക്. അപ്പൊ ഒരു സെന്റൻസ് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റോപ്പ്. Okay, I was very busy today. I had 2 more works in my house. Then after finishing my works, we went to outside and I had to go to tailoring shop. Okay, thank It you, was ma'am. a perfect. Okay, It was Monday. I enjoyed more. Wow. I did my best and I finished my work very soon. And I was waiting for this class. Oh, that was such a lovely response. Yes, now I am very confident to speak, ma'am. Okay. After your speech, your class was very excellent. Thank you. Confidence എന്നല്ല കോൺഫിഡന്റ് എന്നാണ് കേട്ടോ. Confident. Okay. Thank you so much. പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ്, റെസ്പോൺസ് തന്നെയാണ് തന്നിട്ടുള്ളത്. I think you need more situations, one more situation. Yes, ma'am. Okay. ഞാൻ ഒരു സെന്റൻസ് കൂടി നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ. You don't understand what someone said. Don't just stay silent. What will you say? Like, you didn't understand what someone said. What will you say? ഒരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇംഗ്ലീഷിലാ പറഞ്ഞ, അപ്പൊ നിങ്ങൾ എന്തായിരിക്കും പറയാ? Sorry, come again എന്ന് പറയാം. Could you please repeat? Could you please repeat that? Okay, ഇറ്റല്ല that. Pardon പറയാം. Pardon. Okay, Could you please repeat that? Come again. Come again പറയാം. I didn't get.
I couldn't catch it. Yeah. Nice one. I couldn't catch it. Could you come again? Couldn't catch it എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നുകൂടി പറയുമോ എന്നും ചോദിക്കണ്ട. അപ്പൊ could you come again? അതുപോലെ തന്നെ ഞാനൊന്ന് പറയാം, ലൈക്ക് സോറി ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, could you explain it again? ഒരു സിംപ്ലർ ആയിട്ടുള്ള ഒരു വേർഷൻ ആണ്. These are very useful sentences in everyday life. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഫ്രേസസ് ഇനിയും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. And one important message, I want everyone here to remember one thing. You are never too old to learn English. It doesn't matter whether you are 20, 30, 40, 50 or older. Learning has no age limit. Okay? നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒരുപാട് പ്രായമായിട്ടൊന്നുമില്ല. ഇപ്പൊ ഇതില് ഒരുപാട് പ്രായ ആളുകളുണ്ട്, ഒരുപാട് ചെറിയ ആളുകളുണ്ട്, മോഡറേറ്റ് മീഡിയത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പം ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ എന്തായിരിക്കും, ഇനി ഞാൻ ഇംഗ്ലീഷെല്ലാം പഠിച്ചിട്ട് കാര്യമുണ്ടോ, ആവശ്യമൊക്കെ ഉണ്ടോ, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയോ, അങ്ങനെ ഒരു തിങ്ങേ ഇല്ല, അങ്ങനെ ഒരു കാര്യേ ഇല്ല. ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജ് പഠിക്കാനും നിങ്ങൾക്ക് വയസ്സൊരു പ്രശ്നമല്ല. ഏജ് ഈസ് നത്തിങ് ഹാസ് ടു ഡു വിത്ത് ലേണിംഗ്. ഓക്കെ, വെദർ യു ആർ 20, 30, 40, 50 എത്ര ആയിക്കോട്ടെ, ഓൾഡർ എത്ര ആയിക്കോട്ടെ, ഇനിയോ 100, 200 എത്ര വയസ്സായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തും പഠിച്ചെടുക്കാൻ കഴിയും. കാരണം അതിന് ബ്രെയിനിൽ ഒരുപാട് ന്യൂറോൺ കണക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, so you don't have to become fluent in one day, you just need to become a little better every day. നിങ്ങൾക്ക് ഫ്ലുവന്റ് ഒരു ദിവസത്തെ തന്നെ നിങ്ങൾ ഫ്ലുവന്റ് ആവണമെന്നില്ല. ഇപ്പൊ ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് ഫുള്ള് ഫ്ലുവന്റ് ആ ഒരു നേറ്റീവ് സ്പീക്കറെ പോലെ ആകുന്ന ഒരിക്കലും കരുതേ വേണ്ട, അങ്ങനെ ഒരിക്കലും ആവില്ല. ഓക്കെ, നിങ്ങൾ ഒരു എയിം വെച്ചിട്ട് ചെയ്യുക. ഇന്ന് എങ്ങനെയാണോ ഞാൻ സംസാരിക്കുന്നത് അതിന്റെ 1% ബെറ്റർ ആയിട്ട് നാളെ ഞാൻ സംസാരിക്കും. അതൊരു എയിം, അതൊരു ഗോൾ ആക്കിയിട്ട് വെക്കുക, അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. എസ്പെഷ്യലി നിങ്ങൾ 21 ഡേയ്സിന് ഈ ഒരു ഗോൾ വെച്ചാല്, അതായത് ഓരോ ദിവസം കൂടുന്തോറും ഞാൻ 1% ബെറ്റർ ആക്കിക്കൊണ്ടേ ഇരിക്കും. ഇന്ന് സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി വൊക്കാബുലറീസ് യൂസ് ചെയ്തിട്ട്, കുറച്ചുകൂടി ഫ്രേസസ് യൂസ് ചെയ്തിട്ട് സംസാരിക്കും എന്നുള്ള എയിം, ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. 21 ഡേയ്സ് കഴിയുമ്പോൾ യു വിൽ സീ ദ ഗ്രേറ്റസ്റ്റ് റിസൾട്ട് യു ഹാവ് എവർ സീൻ ഇൻ യുവർ ലൈഫ്. Okay, if you learn 5 new words today, that's a progress. If you speak English for 5 minutes today, that's a progress. If you make one sentence today that you couldn't make yesterday, that's a progress. നിങ്ങൾ ഇന്നൊരു 5 വേർഡ്സ് പഠിച്ചു, that's a progress. ഇന്ന് 5 മിനിറ്റ് ഇംഗ്ലീഷ് സംസാരിച്ചു, അതൊരു പ്രോഗ്രസ് ആണ്. ആൻഡ് നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടാക്കാൻ കഴിയാത്തൊരു സെന്റൻസ് ഇന്ന് നിങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, ഇന്നലെ നിങ്ങൾക്ക് ആ സെന്റൻസ് ഭയങ്കര ഹാർഡായിട്ട് തോന്നി, ഇന്ന് നിങ്ങൾക്ക് ആ സെന്റൻസ് മനസ്സിലാക്കാൻ സാധിച്ചു, അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ സാധിച്ചു. ദാറ്റ്സ് ലിറ്ററലി എ പ്രോഗ്രസ്. സ്മോൾ പ്രോഗ്രസ് എവറി ഡേ ബിക്കംസ് ബിഗ് പ്രോഗ്രസ് ഓവർ ടൈം. ചെറിയ പ്രോഗ്രസ്സുകൾ കൂട്ടി വെച്ചിട്ടാണ് ഒരു വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് നമുക്ക് ഗ്ലോബലി എന്തൊരു കാര്യത്തിനും ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും കോൺഫിഡന്റ് ആകാനുമാണ് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് സിംപ്ലി എ ടൂൾ ദാറ്റ് ഹെൽപ്സ് us communicate, learn, connect with people and become more confident. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെ, ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല കോൺഫിഡന്റ് ആവാൻ കഴിയുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും സച്ച് റെസ്പോൺസ് തന്നില്ലേ, അതെന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് കൊണ്ടല്ലേ നിങ്ങൾ തന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നില്ലേ. അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ടൂളായിട്ട് കൺസിഡർ ചെയ്യുക. മലയാളം എന്ന് പറയുന്ന ഒരു ടൂളാണ്, ഹിന്ദി എന്ന് പറയുന്ന ഒരു ടൂളാണ്. അത് നമുക്ക് സംഭാഷണത്തിനുള്ള നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേർഡ്സ് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, സോ ഡോണ്ട് വെയിറ്റ് അണ്ടിൽ യുവർ ഇംഗ്ലീഷ് ഈസ് പെർഫെക്റ്റ് ബിഫോർ യു സ്റ്റാർട്ട് സ്പീക്കിംഗ്. ഇനി ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ലാംഗ്വേജും ആൾക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പം ഇപ്പൊ തന്നെ സംസാരിച്ചു തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഒരു 21 ദിവസം 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സംസാരിക്കും. അതിന് ഇന്ന് സംസാരിക്കാൻ തുടങ്ങണം, ഈ മൊമെന്റിൽ സംസാരിക്കാൻ തുടങ്ങണം. Start speaking now and your English will improve with practice. Remember these 3 words: practice, confidence, patience. Let me repeat: practice, confidence, patience. So practice every day, have confidence in yourself and be patient with your progress. You don't have to be perfect, you just have to keep going. I also want to share little something I have created for teenagers. I'm not taking much of your time, just a little something. Okay, please spare me the time.
I have written a book called Study Mastery for Teens. It is written in simple, easy to understand, beginner-friendly English with practical ideas to help teenagers study better and become more confident learners. അപ്പം നിങ്ങളുടെ കുറച്ച് സമയം ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, സ്റ്റഡി മാസ്റ്ററി ഫോർ ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് വളരെയധികം ഈ സിമ്പിൾ ആയിട്ടുള്ള ബിഗിനർ ഫ്രണ്ട്ലി ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. എല്ലാവർക്കും വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പൊ അത് ടീനേജേഴ്സിന് എന്ന് മാത്രമൊന്നുമല്ല, ഇത് എല്ലാവർക്കും അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതിൽ ഒരുപാട് പ്രാക്ടിക്കൽ ഐഡിയാസും ടിപ്സും ഒക്കെ ഉണ്ട്. ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ലേണർ എങ്ങനെ ആയി മാറാം എന്നുള്ള ഒരുപാട് ഐഡിയാസുകൾ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഐഡിയാസുകൾ അതിലുണ്ട്. അപ്പൊ അത് ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ മാറ്റി വെക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, അത് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ബിഗിനർ, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. കാരണം മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. സോ താങ്ക് യു എവരിവൺ ഫോർ ലിസണിങ്, ആൻഡ് നൗ ഐ വുഡ് ലവ് ടു ഹിയർ ഫ്രം യു. താങ്ക് യു സോ മച്ച്.